ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻവില്ല ചെടികൾ ഫ്ലവറിങ് ആയിട്ടുള്ളതും അതേപോലെ ബോഗൻവില്ലയ്ക്ക് കൊടുക്കേണ്ട കെയറിങ്ങിനെയൊക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ബോഗൻവില്ലയിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. അതിൽ ഏത് വെറൈറ്റി ആയാലും നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. നല്ല വെയിലുള്ള സ്ഥലത്താകുമ്പോൾ അതേപോലെ നല്ല ബുഷിയായിട്ട് നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള ബോഗൻവില്ല ചെടികൾ നമ്മൾ ടെറസിന് മുകളിൽ നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്തതാണ്. അപ്പം പൂമുട്ടുകളും പൂക്കളൊക്കെ ആയിട്ട് നിറയെ വിരിഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബോഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതും ബഡ് ചെയ്ത് കൊടുത്തതും ഒക്കെ അതേപോലെ പൂക്കളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പം ഈ ഒരു പ്ലാന്റിൽ കുറച്ചധികം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയറിയാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഓറഞ്ച്, പിങ്ക്, അതേപോലെ പിങ്കിൽ തന്നെ 2 വെറൈറ്റികൾ, അത്തരത്തിൽ വൈറ്റ് ഉണ്ട്. വൈറ്റ് നമുക്ക് വിരിഞ്ഞ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കുറച്ച് വെറൈറ്റികൾ ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഫ്ലവറിങ്ങായി നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് നല്ല അടുക്കടുക്കായിട്ട് ഉണ്ടാകുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി. മറ്റ് വെറൈറ്റികളിൽ പൂക്കളായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ റീപോർട്ടിങ്ങും അതേപോലെ വളപ്രയോഗമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ വീഡിയോയിൽ. അപ്പം ഇതിൽ നമ്മൾ ചെയ്ത് കൊടുത്ത വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി, മണ്ണും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ മേൽവളമായിട്ട് കൊടുക്കുകയും അതുകൂടാതെ നമ്മൾ 2 മാസം മുന്നേ ചില ചെടികൾ റീപോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഗൻവില്ല ചെടികളിൽ നിറയെ പൂക്കളായി കിട്ടുന്നതാണ്. ബോഗൻവില്ലയുടെ വലിയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചെറിയ പീസുകളാക്കി മുറിച്ച് നട്ട് അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ചെറിയ കട്ടിങ്ങുകളും ഒക്കെ നമുക്ക് നട്ട് തൈകളാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നല്ല വെയിലത്ത് വയ്ക്കുക എന്നുള്ളതാണ് ബോഗൻവില്ലയിൽ പൂക്കളുണ്ടാകാൻ രണ്ടാമത് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കറക്റ്റ് സമയത്ത് ഹാർഡ് ബ്രൂണിങ്, സോഫ്റ്റ് ബ്രൂണിങ് നല്ല വെയിലുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ നനച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബോഗൻവില്ല ചെടികളിൽ നിറയെ പൂക്കളായി കിട്ടും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബോഗൻവില്ല ചെടിയുടെ ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും അതേപോലെ അതിൻ്റെ കെയറിങ്ങും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.